നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ 3 ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മുടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം സ്റ്റഡി പർപ്പസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഏൺ ചെയ്യുക. യെസ്, ഇനി നമ്മൾ നമ്മുടെ വേഗം ചാർട്ടിലേക്ക് കിടക്കാൻ. നിഫ്റ്റിയുടെ ഫസ്റ്റ് നമ്മുടെ ചാർട്ടാണ് ഇതുള്ളത്. നിഫ്റ്റി ഞാൻ ആക്ച്വലി ഇതാണ് ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്ത ലെവൽസ് ആണ്. ഇതൊക്കെ എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഫസ്റ്റ് മുകളിലേക്കാണ്, ബട്ട് ബൗൺസ് ചെയ്തു ആൻഡ് ദെൻ സഡൻ എന്ത് ചെയ്തു, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. ഇത് ഞാൻ 200 പ്രാവശ്യം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇത് പറഞ്ഞായിരുന്നു. 23,000 ഫെയിൽ ആയാൽ, ബ്രേക്ക് ആയാൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. പിന്നെ ലെവൽസ് ശരിക്കും ലെവൽ ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഇതെന്ന് വെച്ചാൽ ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള പിന്നെ അതില്ല. കാരണം വെച്ചാൽ ഫോർത്ത് നമ്മുടെ 1, 2, 3 കൗണ്ടിങ്, ദാറ്റ് മീൻസ് ഫോർത്ത് ഫെയിലായി. പിന്നെ ഫോർത്ത് പിന്നെ താഴെ ഇവിടെ മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ അതുകൂടി ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, സ്മോൾ സ്ട്രക്ചർ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എപ്പോഴും ലേണിംഗ് ആണ് നമുക്ക് മെയിനായിട്ട്. ലാസ്റ്റിൽ ഈ വന്ന ബൗൺസ് ഉണ്ടല്ലോ, എന്തിനാ ബൗൺസ് വന്നു? ഇത് ഒരു നമ്മുടെ യെല്ലോ ലൈൻ ഉണ്ടായിരുന്നു, ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബട്ട് യെസ്, ഇപ്പോൾ ഇത് വീക്കായി കേട്ടോ. ഞാൻ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് വീക്കായി. കാരണം ഒരു ഒത്തിരി തവണ ഇവിടെ ടാപ്പ് എടുത്തേക്കാണോ. ഫസ്റ്റ് ഇവിടെ കണ്ടോ, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് വീണ്ടും. സോ ഒത്തിരി തവളം എടുത്തു കഴിഞ്ഞാൽ അത് വീക്ക് ആവാൻ ചാൻസസ് ഉണ്ടാവും. ഇപ്പോൾ ഇനി വീക്കായി കിടക്കുന്നതാണ്. ഫർദർ നമുക്ക് ബോത്ത് സൈഡ്, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ബോത്ത് സൈഡാണ്. ഇനി എനിക്ക് മുകളിലേ മാത്രമേ നോക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്ന് വെച്ചാൽ ശരിക്കും ആക്ച്വൽ വേവ് ആണെങ്കിൽ, ബിഗ് ടൈം ഫ്രെയിം ആക്ച്വൽ ഇത് വേവ് ആണെങ്കിൽ ഇത് ഇവിടെ നിന്ന് തന്നെ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ കയറി പോകേണ്ടതായിരുന്നു. ബട്ട് ഇത് താഴെ വന്നപ്പോൾ ഈ സ്ട്രക്ചർ വീക്കായി ആൻഡ് ABCD സ്ട്രക്ചറിലേക്ക് മാറി. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ABCD സ്ട്രക്ചർ ഞാനിപ്പോൾ ഇത് റീഡ് ചെയ്യുന്നത് ഇവിടുന്ന് A, B ആൻഡ് ദെൻ മുകളിലേക്ക് C ആണ്. ബട്ട് ഫസ്റ്റ് കുറച്ചുകൂടി താഴേക്ക് വരേണ്ടതാണ്. താഴേക്ക് ചെയ്താൽ ആ ലെവൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ലൈൻ ഡിലീറ്റ് ചെയ്യുന്നു. ബാക്കി മുകളിലത്തെ ഐ തിങ്ക് അതിൻ്റെ വലിയൊരു ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലെഗ്, ഓക്കെ, ഇത് A ആൻഡ് B അങ്ങനെ ആയിട്ട് അത് നമ്മുടെ ഇതിലേക്ക് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ABC അത് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഇനി പറയാനുള്ളത് എന്താ, നമുക്ക് ഈ ലെഗ് ഇവിടുന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സോ 0 to 1. ഇനി ലെവൽ വരുന്നത് നമ്മുടെ ഇതാണ് 127%, 22,500 ആണ് നമ്മൾ ഷാർപ്പ്ലി നോക്കുവാണെങ്കിൽ. ഷാർപ്പ്ലി ഒന്ന് നോക്കിക്കോണം എല്ലാവരും കൂടി. ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഷാർപ്പ്ലി നമ്മുടെ ഈ ഒരു ലെവൽ, യെസ്, എന്തായാലും ഓക്കെ, എന്തായാലും നമ്മുടെ മുകളിൽ യെസ് ഹൈ അതാണ്. സോ ഓൾമോസ്റ്റ് ആ ഏരിയ വരുന്നത് 22,500 തന്നെ വരുന്നുണ്ട്. ബട്ട് ഒരു കാര്യം ഇനി ശ്രദ്ധിക്കാനുള്ളതാണ്, ഇത് ആക്ച്വലി ABC ആണെങ്കിൽ, ABC എന്ന് പറയുന്ന ഒരു കറക്ഷനാണ്. നമ്മൾ കറക്ഷനിലാണ് റെഡി ചെയ്യുള്ളൂ. എല്ലിയറ്റ് വേവിൽ ഇത് വേവ്സ് അല്ല, കറക്ഷനാണത്. ഓക്കെ, സോ അതിലൊരു പെർസെൻറ്റേജ് വരുന്നത് നമ്മുടെ എല്ലാവരും യൂസ് ചെയ്യാറില്ല, അത് ചില പേര് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബട്ട് നമ്മളിത് ഒത്തിരി നമ്മളിത് ചെയ്യും. യെസ്, ആ ഒരു ലെവൽ വന്നേക്കുന്നത് 101%. ഇത് കണ്ട ഈ ഒരു ലെവൽ, ദാറ്റ് മീൻസ് 22,670. ഓക്കെ, ഇത് ആക്ച്വലി ABCയുടെ കറക്ഷൻ ആണെങ്കിൽ ഇത് റെസ്പെക്റ്റ് ചെയ്യും. ഇത് 22,670. ഓക്കെ, ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇത് ശ്രദ്ധിച്ചോ. ഓക്കെ, ഇവിടെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇതൊരു ലേണിംഗ് ആണ്, മസ്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം എല്ലാവരും. ഇതിനകത്ത് കാണുന്ന നമ്മൾ ടൂൾസിൽ കാണുന്ന ഈ ഡ്രോയിങ്സ് ഉണ്ടല്ലോ, ഇത് ട്രെൻഡ് ലൈൻസ്, ഓക്കെ, ഗ്യാൻ ആൻഡ് ഫിബൊനാച്ചി, ഇതിനകത്തുള്ള എല്ലാ ടൂൾസ് വാല്യൂബിൾ ആണ്, മസ്റ്റാണ്. ഇത് വെറുതെ അല്ല ഇതിനകത്ത് കൊടുത്തേക്കുന്നത്, മനസ്സിലായോ? ഇത് ഷോ മാത്രമല്ലല്ലോ കൊടുത്തേക്കുന്നത്, ഇതൊക്കെ എല്ലാം യൂസ്ഫുൾ ആയതുകൊണ്ടല്ലേ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സോ മനസ്സിലാക്കണം, ഇതൊക്കെ എല്ലാം യൂസ്ഫുൾ ആണ്. ഇൻ ഫ്യൂച്ചർ ഞാൻ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യും. സോ നമുക്ക് ഇതൊക്കെ എല്ലാം പഠിക്കാനുള്ളതാണ്, മനസ്സിലായോ? സോ ഇതൊക്കെ എല്ലാം ഓൾമോസ്റ്റ് ഒത്തിരി കുറേ കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വരുന്നത് ഈ ഒരു എല്ലിയറ്റ് കറക്ഷൻ വേവ് ABC, ഇത് കണ്ടോ റൈറ്റ് സൈഡിൽ, എല്ലിയറ്റ് കറക്ഷൻ വേവ് ABC, ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, കറക്ഷൻ ആണെങ്കിൽ അപ്പോൾ ആണ് അതൊരു A, സോ ആ ഒരു B ഇവിടെ വരും ആൻഡ് ദെൻ C മുകളിലേക്ക് പോകും. അത് എപ്പോൾ പോയി ഇങ്ങനെ പോകും നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ബട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്നും കാണിക്കുന്നുള്ളൂ. ഓക്കെ, സോ അത് റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ 22,670 ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ, ദാറ്റ് മീൻസ് കറക്ഷനാണ്, ABC ആണ് കറക്ഷൻ. ആൻഡ് ദെൻ നമ്മുടെ പിന്നെ ഇവിടെ റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകാൻ ഉള്ള ഒരു ചാൻസസ് ആണ്. ബട്ട് ഫർദർ ഡൗൺ സൈഡ് വീണ്ടും ഉണ്ടാകും. അത് ഇപ്പോൾ റിവേഴ്സൽ അല്ല ഞാൻ പറയുന്നത്, ഞാൻ സ്മോൾ ടൈം ഫ്രെയിമാണ് നമ്മളിപ്പോൾ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് എങ്ങനെ പോകുമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ആ പ്രൈസ് ഇൻ കേസ് ഇവിടെ വരുവാണെങ്കിൽ 670 വരുവാണെങ്കിൽ അപ്പോൾ ആ ഒരു സ്ട്രക്ചർ 127% വരെ പോകാറുള്ളതാണ്. ഓക്കെ,
അത് നമുക്ക് അതിലേക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്യും. ജസ്റ്റ് ഞാനിത് കാണിച്ചിട്ടുള്ളൂ, അതിലേക്ക് ഇപ്പോൾ ഒന്ന് നോക്കണ്ട. ഫസ്റ്റ് ഇവിടെ പ്രൈസ് ഇവിടെ വരണം, ഇവിടുന്ന് റിവേഴ്സൽ എടുക്കുകയോ ഇല്ല, എങ്ങനെയാണ് റിവേഴ്സൽ എടുക്കുന്നത് അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ABC കറക്ഷൻ നമുക്ക് പിന്നെ നോക്കാം. റൈറ്റ്. സോ ഫസ്റ്റ് ബ്രേക്ക് ആവേണ്ട ഈ ഒരു ഡേ ലോ, ഈ ഒരു ബോട്ടം ആയിട്ടുണ്ടല്ലോ, ഇത് ബ്രേക്ക് ആവേണ്ടതാണ്. ഓക്കെ, ഇത് ബ്രേക്ക് ആയ 670 ഈ ഏരിയ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നാണ് അതാണ് നോക്കണം. ഇവിടെ വന്നാൽ നിങ്ങൾ, എനിക്ക് ഇൻ ഷോർട്ട് പറയാനുള്ളത്, ഇവിടെ വന്നാൽ ഒന്ന് ബുക്ക് ചെയ്ത് മാറേണ്ടതാണ്. മാറിയിട്ട് പിന്നെ ഫർദർ ഡൗൺ സൈഡ് കിട്ടുവാണെങ്കിൽ മാത്രമേ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് 500 ഈസി കിട്ടും. പിന്നെ വേറെ ഇടയ്ക്ക് വേറെ സപ്പോർട്ടൈസിങ് ഒന്നും ഇല്ല, ഒന്നും കാണുന്നില്ല. പിന്നെ എനിക്ക് പിന്നെ 500ലേക്ക് നമുക്ക് എന്തായാലും ഇരിക്കാം. റൈറ്റ്. സോ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. എന്തിനെ പിന്നെ ഫർദർ താഴേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ, സോ നമ്മുടെ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഈ കൗണ്ടിങ് ഉണ്ടല്ലോ, ആ കൗണ്ടിങ്ങിലാണ് ഇപ്പോൾ ഫർദർ ഫോൾ കുറച്ചുകൂടി താഴേക്ക് കാണുന്നു. പിന്നെ ദെൻ നമ്മുടെ ഈ ഒരു ചാനൽ, ഇത് കൊടുത്ത ചാനൽ ഉണ്ടല്ലോ, ഇത് അതിലേക്ക് ഇനി താഴത്തെ ഫർദർ ടാർഗറ്റ് ഗ്യാപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ആ ഒരു ഇതിൻ്റെ ഒരു കറക്ഷൻ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എനിവേ ബാക്കിയെല്ലാം പോട്ടെ, നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ വരാം. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാനുള്ളത് ഇനി ഫർദർ എന്തായിരിക്കും. ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ 22,780 ബിലോ മാത്രമേ ഉള്ളൂ ഫർദർ ഫോൾ. ഓക്കെ, പിന്നെ ഇനി റെസിസ്റ്റൻസ് വരുന്നത് ഇന്നത്തെ ഡേ ഹൈ ആയിരിക്കും. ഫസ്റ്റ് റെസിസ്റ്റൻസ് 22,965. ഓക്കെ, 965 ആണ് ഫർദർ നമ്മൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ അപ്പ് സൈഡ് കിട്ടുകയുള്ളൂ. ആ സൈഡ് നമുക്ക് ഫസ്റ്റ് കൊണ്ടുപോകുന്നത് 23,050 ആൻഡ് ദെൻ മേജർ റെസിസ്റ്റൻസ് വരുന്നത് 23,100 ആ ഒരു നിയർ ആയിരിക്കുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തു. ലൈവ് മാർക്കറ്റ് എന്തെങ്കിലും നമുക്കിത് തോന്നുവാണെങ്കിൽ കേട്ടോ, എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഈ ഡബിൾ ബോട്ടമായി ഇവിടുന്ന് ശരിക്കും ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോ, ഇന്നലത്തെ വീഡിയോ ആണ് ഐ തിങ്ക്, മറ്റേ ആ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു. ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തു, ഈ ഏരിയയിൽ ഇവിടുന്ന് ബൗൺസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്, ഇവിടെ മാറിക്കോളണം. റീസൺ എന്താണെന്ന് അറിയാമോ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പാറ്റേൺ, ഈ ഫോളിൻ്റെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടായിരുന്നു. ഇത് ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഫോളിൻ്റെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടായിരുന്നു. ഏത്? ഈ വരുന്ന ഫോൾ, മുകളിൽ നിന്ന് വരുന്ന ഫോളില്ലേ, അതിൻ്റെ ഈ ഫോൾ 1 2 3 4 5 ആ സ്ട്രക്ചറിൻ്റെ ഫോൾ ഉണ്ടായിരുന്നു. ഓർ ABC കൂട്ടിക്കും, ABC അതാണ് കുറിച്ച്. സോ ആ ഒരു ഫോളിൻ്റെ എൻഡ് ആയിരുന്നു, അതാണ് ആ ഒരു എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്ത്, അതാണ് ആ ഒരു ഡബിൾ ബോട്ടം കൂടി ഉണ്ടാക്കി ആൻഡ് ദെൻ ഫർദർ അപ്പ് സൈഡ്. മനസ്സിലായോ? അതാണ് നമുക്ക് മെയിൻ കാര്യം, മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളതാണത് കേട്ടോ. സോ എല്ലാവരും അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ പാറ്റേൺസ് ഇങ്ങനെ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ പാറ്റേൺ ആണ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻഡിങ് ഡയഗണൽ, ലീഡിങ് ഡയഗണൽ, ഇതൊക്കെ മോസ്റ്റ് എപ്പോഴും ഡെയിലി ഇത് നമുക്ക് പല ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റും. മോസ്റ്റ്ലി 1 minute or 5 minutes കാണാൻ പറ്റും ഇതൊക്കെ. സോ ആ ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ഈ പാറ്റേൺ തീർന്നു, ഈ ട്രെൻഡ് തീരാറായി. ഓക്കെ, ഇൻ കേസ് സ്മോൾ ടൈം ഫ്രെയിമിൽ ബൗൺസ് ഈസിലി നമുക്ക് കിട്ടും. ഈ ബൗൺസ് ഇനഫാണ്, ഞാനൊക്കെ പിടിച്ചായിരുന്നു. ഇത് നല്ലൊരു ബൗൺസ് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബൗൺസ് ഇത് വന്നേക്കാൻ വീക്കാണ്. എന്തിന് വീക്കാണെന്ന് വെച്ചാൽ ഫിബൊനാച്ചി ട്രേസ്മെൻ്റ് എടുക്കാൻ ഈ ഒരു ഫോൾ ഇവിടെ വരെ ഈ ഒരു ലെഗിൻ്റെ ഫോൾ നമുക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബൗൺസ് ശരിക്കും 61.80% വരേണ്ടതാണ്. അതാണ് 23,060. ഓക്കെ, ഇവിടെ വരെ വരേണ്ടതാണ്, ഓൾമോസ്റ്റ് 23,015 ആ ഏരിയയിൽ വരേണ്ടതാണ്. പക്ഷെ അത് വന്നില്ല, അതൊരു വീക്ക് സൈനാണ്. ഓക്കെ, അതൊരു വീക്ക് സൈനാണ്. ഇനി മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ് ആ ഒരു ബേസിലായിരിക്കും ഫർദർ നമുക്ക് കൺഫർമേഷൻ കിട്ടും. അതാണ് ഞാൻ പറയുന്നത്. മീൻസ് മൺഡേ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓപ്പണിംഗ് എവിടെയാണോ അവിടെ നേരെ ആ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യും, മൂവ്സിൽ കറക്റ്റ് അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുമോ, അതാണ് നമുക്ക് മൺഡേ ഇനി നോക്കാനുള്ളത്. സോ മൺഡേ ഇത് റെസിസ്റ്റൻസ് ആയിരിക്കും 23,100. ഓക്കെ, റെസിസ്റ്റൻസ് ആയിരിക്കും. ആൻഡ് ദെൻ ഈ രണ്ട് റേഞ്ചാണ് മെയിനായിട്ട് 23,100 ആൻഡ് 22,800. ഇത് ബ്രേക്ക് ആയാൽ ഫർദർ താഴേക്ക് 670 വരെ നമുക്ക് ഈസിലി കിട്ടും. ഒരു 100 points ഇവിടെ ഇത് ബ്രേക്ക് ചെയ്താൽ 100 points ഈസിലിയാണ്. വേറെ ഇടയ്ക്ക് സപ്പോർട്ടൊന്നും ഇല്ല. ഓക്കെ, പ്രൈസ് എനിക്കൊന്നും സസ്റ്റെയിൻ ആവും, വെറുതെ ചുമ്മാ കയറി പിടിച്ചാലുണ്ടല്ല പണി കിട്ടും പറഞ്ഞത്. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ഈ രണ്ട് ലെവലാണ് 23,100. ഇതിൻ്റെ അപ്പോൾ പ്രൈസ് സസ്റ്റെയിൻ ആണ്. ദാറ്റ് മീൻസ് ഫർദർ അപ്പ് മൂവ് 22,770. ഈ ലോ ബ്രേക്ക് ആയാൽ ദെൻ ഫർദർ ഡൗൺ സൈഡ്. ഓക്കെ, അതുകൂടി ബ്രേക്ക് ചെയ്താൽ ഇൻ കേസ് 23,100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ OB ആയിരിക്കും, ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. അതിവിടെ ഈ ഒരു പാറ്റേണിൻ്റെ ഹൈ ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ആ ഒരു പാറ്റേണിൻ്റെ പേര് ഞാൻ 2-3 പേര് പല കമൻറ്റ് ചെയ്തു.
ഓക്കെ ഗുഡാണ്. ബട്ട് ഇതിൻ്റെ പേര് ആക്ച്വൽ പാറ്റേൺ, ഈ ഒരു പാറ്റേണിൻ്റെ പേരാണ് ഈവനിങ് സ്റ്റാർ. ഓക്കെ, ഈവനിങ് സ്റ്റാർ. അപ്പോൾ ആരാ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത ആളുകൾ എനിക്ക് ഒന്നും പറയാനില്ല, ബട്ട് ശ്രദ്ധിക്കാമല്ലോ. എന്തായാലും സ്റ്റാറായിരുന്നു, ബട്ട് ഇത് ഈവനിങ് സ്റ്റാറാണ്. ഓക്കെ, സോ ഇത് ഇനി വേറെ പാറ്റേണിലൊന്നും കാണുന്നില്ല. ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് മുകളിൽ നിന്ന്. ഓക്കെ, അത് റെസ്പെക്റ്റ് ചെയ്യില്ല വേണ്ടി അതുകൂടി നോക്കുക. ഈ ഒരു ഫോളിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് 1 2 3 4 5 ഈ ഒരു ഫോളിൻ്റെ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്നുണ്ട്. ഓക്കെ, സോറി. ഓക്കെ, ഇതാണ് ആ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, സോ ആ ട്രെൻഡ് ലൈൻ ചിലപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഇവിടെ ഓപ്പണിംഗ് ഇവിടെ ആണെങ്കിൽ ഈ ഏരിയയിലെയും ഇവിടെ റെസിസ്റ്റൻസ് വീണ്ടും താഴേക്ക് വരുമെന്നാണ് നമുക്ക് പിന്നെ നോക്കാനുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി വേഗം ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി കറക്റ്റ് നമ്മുടെ ഈ ഒരു ലെവൽ ഇതൊക്കെ ഉണ്ടോ ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ലെവൽ ബ്രേക്ക് പിന്നെ താഴെ ഇത് മാത്രമേ ഉള്ളൂ. കറക്റ്റ് അവിടെ വന്ന് ഡബിൾ ബോട്ടം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നോക്കാനുള്ളത്. നമുക്ക് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മൾ അതാണ് നോക്കാനുള്ളത്. പിന്നെ വേറെ ഒരു ഡൗട്ട് എനിക്ക് എല്ലാ ഇൻഡെക്സിൽ ഇതാണ്, ഇവിടുന്ന് ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ വല്ല ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഡബിൾ ബോട്ടം ഈ ഒരു ബോട്ടം ഇപ്പോൾ 2 ഇൻഡെക്സ് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും അത് ബ്രേക്ക് ആയില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇതിൻ്റെ ടാർഗറ്റ് മുകളിലെയാണ്. ഇതാണ് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ അല്ലേ, മുകളിലെയാണ്. പിന്നെ അങ്ങനെ ആണെങ്കിൽ ബട്ട് ഇതുവരെ ആ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. കാരണം ബിഗർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ വീക്ക് ആയല്ലോ, നമ്മുടെ ക്യാൻഡിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക് ആയല്ലോ. പിന്നെ ആകെ ഒരു കൺഫ്യൂഷൻ. ഇപ്പോൾ എനിക്ക് ആ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് 2-3 വീക്ക് മുന്നേ ഞാൻ ബോട്ടം കൺഫർമേഷൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഇപ്പോഴില്ല. കാരണം പ്രൈസ് അവിടെ വരേണ്ട, എത്ര താഴെ വരേണ്ട ഒരു ലോജിക് ഉണ്ടായിരുന്നു, ലോജിക് ഇല്ല ഇപ്പം. ഓക്കെ, മേ ബി ഇപ്പോഴത്തെ ആ ഒരു ലോ ആണ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഓക്കെ, റെസിസ്റ്റൻസ് കറക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. കുറച്ചുകൂടി മുകളിലേക്ക് റെഡ് ആക്കി നമ്മൾ റെസിസ്റ്റൻസ് എപ്പോഴും റെഡാക്കി മാർക്ക് ചെയ്തേക്കണം എല്ലാവരും കൂടി. ഓക്കെ, ബാക്കി ലെവൽസ് പ്രോപ്പറാണ്. ഫസ്റ്റ് നിയറസ്റ്റ് 49,600 വരും കേട്ടോ, നിയറസ്റ്റ് റെസിസ്റ്റൻസ്. ലോ ഇതിൻ്റെ ബിലോ ഈ ഒരു ലോ 48,725 ഇത് ബ്രേക്ക് ആയാൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് ഡിലീറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ ഇതിൻ്റെ ആവശ്യമില്ല. ഈ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ആ എക്സ്പെൻഡ് ട്രയാങ്കിൾ അങ്ങനെ ഈ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഫർദർ ഡൗൺ സൈഡ് എന്തായാലും പിന്നെ അതിൻ്റെ റെസ്പെക്ട് ചെയ്യില്ല ഈ ലോ ബ്രേക്ക് ചെയ്താൽ. ഓക്കെ, അല്ലെങ്കിൽ പ്രൈസ് ഇവിടെ തന്നെ മുകളിലേക്ക് പോകേണ്ടതാണ്. ഇത് കാരണം അത് ഒരു പ്രാവശ്യം ടച്ച് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എപ്പോഴും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ താഴേക്ക് തന്നെ വരുള്ളൂ. ഓക്കെ, അത് നമുക്ക് മൺഡേത്തെ അത് കഴിഞ്ഞിട്ട് ഡിസ്കഷൻ നമുക്ക് നോക്കാം. മൺഡേത്തെ ആ ഒരു ഡേ ഒന്ന് കഴിയാൽ അത് പറയാൻ പറ്റും. ഇത് ഇങ്ങനത്തെ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അതാണ് കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് ഇത് എടുക്കണം. ഇതുകൊണ്ടോ ഇതുകൂടി എല്ലാവരും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ഈ ട്രെൻഡ് ലൈൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എപ്പോഴും നമുക്ക് മസ്റ്റാണ് ട്രെൻഡ് ലൈൻ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത്, മസ്റ്റാണ് കേട്ടോ. ഇനി വേഗം ഞാൻ സെൻസെക്സിലേക്ക് കിടക്കാം. ഇത് വേറെ ബാക്കി ലെവൽസ് എല്ലാം പ്രോപ്പറാണ് തന്നെ. സെൻസെക്സിനും ഇത് ഡിലീറ്റായി, ഇതൊക്കെ എല്ലാം ഇതിൻ്റെ ആവശ്യമില്ല. റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് ഇതൊക്കെ ലാസ്റ്റത്തെ വീഡിയോയുടെ ലെവൽസ് ആണ് കേട്ടോ. അതാണ് കറക്റ്റായിട്ട് കണ്ടോ, കറക്റ്റായിട്ട് ന്യൂ വ്യൂവേഴ്സ് അവർക്ക് ജസ്റ്റ് ഒന്ന് പറയാനുള്ളതാണ്. ഇതൊക്കെ എല്ലാം ലാസ്റ്റത്തെ ലെവൽസ് ആണ്, ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്ത ലെവൽസ് ആണ്. ഇത്രയ്ക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. സോ ശ്രദ്ധിക്കാം. പിന്നെ നിഫ്റ്റിയിൽ സെൻസെക്സിലും ഇങ്ങനത്തെ ഒരു പിൻബാർ ഫോം ആകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. കണ്ട ഇതാണ് ബോട്ടം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ 1-2 വ്യൂവേഴ്സ് ഉണ്ട്, അവർ ചോദിക്കാറുണ്ട്. നമ്മുടെ റെഗുലർ വ്യൂവറാണ്. ഒരു പിൻബാറിൻ്റെ വാല്യൂ ഏത് പിൻബാർ ഇടയ്ക്ക് എവിടെയെങ്കിലും വന്നാൽ അത് ഒരു സപ്പോർട്ട്ഫുൾ ആണോ ഇല്ല. അതല്ല, ഇത് കണ്ടോ, ഇത് ഈ ഒരു കാൻഡിൽ ഈ പിൻബാർ അതാണ് പിൻബാർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ബിലോ വേറെ കാൻഡിൽസ് ഒന്നും പോകത്തില്ല, ആ ലോ ബ്രീച്ച് ചെയ്യത്തില്ല. പിന്നെ അത് കണ്ട നല്ലൊരു ഫോൾ വരും കണ്ടോ, എന്നിട്ട് സപ്പോർട്ട് സോണിൽ വന്നിട്ട് പിന്നാണ് ആ ഒരു പിൻബാർ ഫോം. ഇതാണ് പ്രോപ്പർലി പിൻബാർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈസ് സപ്പോർട്ട് ഗ്രീൻ കാൻഡിൽ ഇത് കണ്ട ഇൻ ഷോർട്ട് ഇത് പറയാം. ഇത് അതാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. കണ്ട ടൈപ്പ് മോർണിംഗ് സ്റ്റാർ ആയില്ല. ഇത് റെഡ് കാൻഡിൽ, ദെൻ പിൻബാർ ഡോജി എന്ന് വെച്ചാൽ പിന്നെ ദെൻ ഗ്രീൻ കാൻഡിൽ. സോ ഇത് നമ്മുടെ പിൻബാറുമായി പ്ലസ് മോർണിംഗ് സ്റ്റാർ. ഇതൊക്കെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു പാറ്റേൺ കൂടി ഞാൻ കാണിച്ചു തരാം. ഏത് പാറ്റേൺ എന്ന് വെച്ചാൽ നമ്മുടെ എലിറ്റ് വേവിൻ്റെ പാറ്റേൺ ആണ്, എൻഡിങ് ഡയഗണൽ പാറ്റേൺ. ഇത്രയ്ക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും കൂടി. കണ്ടോ, എൻഡിങ് ഡയഗണൽ പാറ്റേൺ എന്ന് അറിയാലോ, എൻഡ് ഓഫ് ദ ഒരു ട്രെൻഡ്, അതാണ് എൻഡിങ് ഡയഗണൽ പാറ്റേണിൻ്റെ ഉദ്ദേശം. അത് താഴെയാണെങ്കിൽ മുകളിലാണെങ്കിൽ അപ്പ് ട്രെൻഡിൻ്റെ ഒരു തീരാറായി എന്ന് പറയാം. ഓക്കെ, സോ ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ഉള്ളൂ കേട്ടോ. ഈ ലോഡ് ബിലോ.
പിന്നെ വേറെ ഒരു സപ്പോർട്ട് കറക്റ്റായിട്ട് ഈ ഒരു ലോ കൂടി കാണും കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ചിലപ്പോൾ സെൻസെക്സ് ഈ ലോ ബ്രേക്ക് ചെയ്യത്തില്ല. 75,250 നിഫ്റ്റി അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് സെൻസെക്സ് ഒരു ബ്രേക്ക് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി വരുന്നുണ്ട് സെൻസെക്സ്. യെസ്, കണ്ടോ. വേറെ ഒരു കാര്യം കൂടി ഇവിടെ നമ്മുടെ കപ്പൻ ഹാൻഡിൽ ഫോം ആവുന്നുണ്ടല്ലോ, അതുകൂടി നോക്കണം കേട്ടോ. സോ കപ്പൻ ഹാൻഡിൽ ഫോം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സെൻസെക്സ് ആയിരിക്കും കൂടുതൽ കൂട്ടണത്. എന്തായാലും ഇത് നോക്കണം കേട്ടോ. ഈ നെക്ക് ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആണ് വീക്ക്നെസ് തുടങ്ങുകയുള്ളൂ. ഈ ലോ ബ്രേക്ക് തന്നെയാണ് ഫർദർ ഡൗൺ സൈഡ് സെൻസെക്സിൽ. ഓക്കെ, ഇതിൻ്റെ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സിൻ്റെ ഫിബ്രവരി ട്രേസ്മെൻറ്റ് എടുക്കാം. ഫിബ്രവരി ട്രേസ്മെൻറ്റ് ഫ്രം ഹിയർ ടു 74,300. 74,300. ഓക്കെ, പിന്നെ 74,865 കൂടി വരുന്നുണ്ട്. അത് 101% കേട്ടോ. ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ഇവർ അങ്ങനെ ട്രാപ്പ് ചെയ്യുമോ? ഓക്കെ, സോ ശ്രദ്ധിക്കണേ. സപ്പോർട്ട്സ്, പ്രത്യേകിച്ച് സപ്പോർട്ട്സ് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക. സപ്പോർട്ട്സാണ് മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ കേട്ടോ. ട്രാപ്പി മാർക്കറ്റ് ആയതുകൊണ്ട് സപ്പോർട്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഇവിടെ നിന്ന് കയറി പിടിക്കും സപ്പോർട്ട്, നമ്മൾ അറിയേയില്ല. ഇവിടെ എല്ലാവരും ഈ ഒരു ലോ ബ്രേക്ക് ആവും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതാണ് ഒരു ഡൈവേർജൻസ് ഉണ്ടായി. ഞാൻ എൻഡിങ് ഡയഗണൽ പാറ്റേൺ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. ദറ്റ് മീൻസ് പ്ലീസ് ഇവിടുന്ന് ബുക്ക് ചെയ്ത് മാറുക. പ്രത്യേകിച്ച് പി സൈഡിൽ നിന്ന് മാറണം. ഈ പി സൈഡിൽ മാറണം. സ്ട്രക്ചർ വീക്കാണ്, നോ ഡൗട്ട്, ബട്ട് യെസ്, എന്തായാലും അവർ ഇവിടെ നിന്ന് ട്രൈ ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് അത് ഒരു ബൗൺസ് വരുന്നത്. ഈ ബൗൺസ് ഇവിടെ വരെ പോകുവാനാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, സോ പ്രത്യേകിച്ച് പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കട്ടെ.